ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഭഗവാനെ നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കർക്കിടകത്തിൻ്റെ വറുതിയും ദുരിതപ്പെയ്ത്തും കഴിഞ്ഞ് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീക്ഷയുടെയും പൊന്നിൻ ചിങ്ങമാസം പിറക്കാൻ പോവുകയാണ്. ഈ വരുന്ന തിങ്കളാഴ്ച കൃത്യം 17-ാം തീയതി ചിങ്ങം 1-ാം തീയതിയാണ്. അതായത് ഒരാണ്ട് പിറക്കുന്ന 1-ാം തീയതി ദിവസം. ആ 1-ാം തീയതി ദിവസം എല്ലാവരും ചിങ്ങം 1-ാം തീയതി രാവിലെ ഞാൻ ഈ പറയുന്ന നാളുകാർ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങിക്കൊണ്ട് തുടങ്ങണേ. ഏറ്റവും ഐശ്വര്യം കേട്ടോ. ഈ നാളുകാരുടെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങിക്കൊണ്ട് 1-ാം തീയതി ആരംഭിച്ചാൽ രാവിലെ വിളക്ക് വറ്റിച്ച് ഐശ്വര്യമായി ഈ നാളുകാരെ കൊണ്ട് കൈനീട്ടം കൊടുപ്പിച്ച് വാങ്ങിച്ച് ദിവസം തുടങ്ങിയാൽ ഒരു വർഷത്തെ ഫലം കേട്ടോ. ഏറ്റവും ഐശ്വര്യമായിരിക്കും. ഈ നാളുകാരുടെ കയ്യിൽ നിന്ന് വീട്ടിലുണ്ടോ എന്ന് നോക്കൂ. ഈ നക്ഷത്രക്കാർ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. ഈ നാളുകാരുടെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങി ദിവസം ആരംഭിക്കൂ. സർവം ഗംഭീരമായി കിട്ടും എന്നുള്ളതാണ്. ഏറ്റവും രാശിയുള്ള കൈകളാണ് ഈ ഒരു ചിങ്ങമാസത്തെ നമ്മൾ അവലോകനം ചെയ്യുമ്പം ഈ നക്ഷത്രക്കാരുടേത് എന്ന് പറയുന്നത്. ഇപ്പം ചിങ്ങം 1-ാം തീയതി രാവിലെ വിളക്ക് വറ്റിച്ച് തലേന്നേ 1 രൂപയോ 5 രൂപയോ ചില്ലറ മാറി വെച്ചിരുന്ന് ഐശ്വര്യമായിട്ട് പരസ്പരം കൈനീട്ടം കൊടുക്കൂ. ഈ നക്ഷത്രക്കാരിൽ നിന്ന് തന്നെ സ്വീകരിക്കൂ. അതിൻ്റെ ഐശ്വര്യം വർഷമുടനീളം നിങ്ങൾക്കും കുടുംബത്തിനും ലഭിക്കുന്നതുമായിരിക്കും. അപ്പം ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ കാര്യത്തിലേക്ക് വരാം. ഏതൊക്കെയാണ് ആ നക്ഷത്രക്കാർ, ഏതൊക്കെ നക്ഷത്രക്കാർ കൊടുത്താലാണ് ആ രാശിയുള്ളത്, ഇക്കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. ആദ്യം തന്നെ മനസ്സിലാക്കുക, നമ്മുടെ ഒരു 1-ാം തീയതി ദിവസം, അതൊരു ആണ്ടുപിറപ്പ് 1-ാം തീയതി എന്ന് പറയുമ്പം അന്നത്തെ ദിവസം രാവിലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ കാണുന്ന കാര്യങ്ങൾ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ഇതിനൊക്കെ വലിയതായിട്ടുള്ള സ്വാധീനം നമ്മളുടെ ജീവിതത്തിൽ ഉടനീളം സൃഷ്ടിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പണ്ടൊക്കെ നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും കൃത്യമായിട്ട് ചില്ലറയൊക്കെ മാറി വെച്ചിരുന്ന് കൈനീട്ടം കൊടുക്കൽ വാങ്ങൽ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൈനീട്ടം കൊടുക്കുക അല്ലെങ്കിൽ വാങ്ങുക എന്ന് പറയുന്ന ഏറ്റവും ശുഭമായ മഹാലക്ഷ്മി വിളങ്ങുന്ന നാണയത്തിലൂടെ തുടങ്ങുക. മറ്റ് സാധനങ്ങളൊന്നും കൈമാറ്റം ചെയ്യാതെ, ഫോണോ അല്ലെങ്കിൽ TV-യുടെ റിമോട്ടോ ഇതൊന്നും രാവിലെ മാറി വാങ്ങിക്കാതെ, ഒരു കപ്പ് കാപ്പി കൊടുക്കുന്ന ഒന്നും ചെയ്യാതെ രാവിലെ ആദ്യം കൈനീട്ടം കൊടുത്തു തുടങ്ങണം, അല്ലെ കൈനീട്ടം സ്വീകരിച്ച് തുടങ്ങണമെന്ന് പറയുന്നതിൻ്റെ കാര്യം തന്നെ ഇതാണ്. അതുപോലെ തന്നെ നമ്മൾ കാണുന്നതാണ് രാവിലെ വിളക്ക് വറ്റിച്ച് ഭഗവാനെ ദർശിച്ച്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എന്താണ് കണി കാണേണ്ടത് എന്നുള്ളത്. ആ വസ്തുക്കൾ വെച്ച് കണി കണ്ട് ഭഗവാനെ തൊഴുതു തുടങ്ങുക എന്ന് പറയുന്നത് ഒരു വർഷത്തെ ഫലമാണ്. അതുപോലെ തന്നെ പറയുന്ന കാര്യങ്ങൾ എന്താ പറയേണ്ടത്, രാവിലെ എഴുന്നേറ്റ് ഭഗവാന്റെ മന്ത്രങ്ങൾ, അതും ഞാൻ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിരുന്നു ഏത് മന്ത്രങ്ങളാണ് ചൊല്ലേണ്ടത്. പറയുന്ന കാര്യങ്ങൾ, കാണുന്ന കാര്യങ്ങൾ, ചെയ്യുന്ന പ്രവർത്തികൾ, അല്ലേ, ഇതൊക്കെ ഐശ്വര്യം വിളിച്ചു വരുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് 5 തിരിയിട്ട് ഭദ്രാദീപം വീട്ടിൽ തെളിയിച്ച് വേണം ഈ ചിങ്ങം 1-ാം തീയതി ആണ്ടുപിറപ്പ് 1-ാം തീയതി എല്ലാവരും കൈനീട്ടം സ്വീകരിക്കാനെന്ന് പറയുന്നത്. ഒരു തിരിയിട്ട് കത്തിക്കുന്നവരൊക്കെ ഉണ്ടാകും. എൻ്റെ ഒരു എളിയ അപേക്ഷയാണ്, ഈ ഒരു ദിവസം ആണ്ടുപിറപ്പ് 1-ാം തീയതി കൊല്ലവർഷം 1202 ചിങ്ങം 1-ാം തീയതി രാവിലെ എല്ലാവരും രാവിലെ 5 തിരിയിട്ട് വിളക്ക് കത്തിക്കണം. ആ ഭദ്രാദീപം തെളിയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നാളെ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം നേടിത്തരും എന്നുള്ളതാണ്. ഐശ്വര്യമായിട്ട് ഭദ്രാദീപം തെളിയിച്ച് കിണ്ടിയിൽ തീർത്ഥജലം വെച്ച് ആ തീർത്ഥത്തിൽ തുളസിക്കതിര് മാത്രം നുള്ളിയിട്ട് മറ്റൊരു പൂക്കളും വയ്ക്കാതെ വിളക്ക് വറ്റിച്ച് അതിനു മുന്നിൽ വേണം കൈനീട്ടം കൊടുക്കൽ വാങ്ങൽ ചെയ്യാനെന്ന് പറയുന്നത്. കൈനീട്ടം കൊടുക്കുന്ന ആളുണ്ടല്ലോ, അതായത് ഞാനിപ്പോൾ പറയാൻ പോകുന്ന നാളുകാർ കൈനീട്ടം കൊടുക്കുന്ന ആൾ നമ്മൾ വിളക്ക് കത്തിച്ച് കിഴക്കോട്ട് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, കിഴക്കോട്ട് മുഖം തിരിച്ചാണല്ലോ നമ്മൾ വിളക്ക് വെക്കുന്നത്, ആ വിളക്ക് വെച്ചിരിക്കുന്നതിൻ്റെ വടക്ക് വശം നിൽക്കണം. വടക്ക് നിന്ന് തെക്കോട്ട് നോക്കി നിന്ന്, വിളക്ക് കിഴക്കോട്ടിരിക്കും, ആ വിളക്കിൻ്റെ മുന്നിൽ വടക്ക് നിന്ന് തെക്കോട്ട് നോക്കി നിൽക്കുന്ന രീതിയിൽ നിന്ന് വേണം കൈനീട്ടം കൊടുക്കുന്ന ആൾ നിൽക്കാനെന്ന് പറയുന്നത്. കൈനീട്ടം സ്വീകരിക്കുന്ന ആൾ
തെക്ക് വശം, അതായത് നിലവിളക്കിൻ്റെ മുൻഭാഗം ഒഴിച്ച് തെക്കോട്ട് മാറി നിന്ന് തെക്ക് നിന്ന് വടക്കോട്ട് മുഖം തിരിഞ്ഞ്, അതായത് കൊടുക്കുന്ന ആളിന് അഭിമുഖമായിട്ട് നിന്ന്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിലവിളക്ക് കിഴക്കോട്ട് കത്തിച്ച് വെച്ചിരിക്കുന്നു ദർശനമായി, അതിൻ്റെ മുന്നിൽ വടക്ക് നിന്ന് തെക്കോട്ട് കൊടുക്കുന്ന ആൾ നിൽക്കുന്നു. അതായത് ധനത്തിൻ്റെ സ്ഥാനം വടക്കാണ്, വടക്ക് നിന്നാണ് ധനം വരേണ്ടത്, അതാണ് സങ്കല്പം. അപ്പം വടക്ക് നിന്ന് തെക്കോട്ട് മുഖം തിരിഞ്ഞ് നിന്ന് കയ്യിൽ നാണയവുമായി കൊടുക്കുന്ന ആൾ നിൽക്കണം. സ്വീകരിക്കുന്ന ആൾ തെക്ക് വശം, അതായത് വിളക്ക് കിഴക്കോട്ടിരിക്കുന്നതിൻ്റെ തെക്ക് വശത്ത് മാറി ഇയാൾക്ക് അഭിമുഖമായി, കൊടുക്കുന്ന ആളിന് അഭിമുഖമായി, അതായത് വടക്കോട്ട് മുഖം തിരിഞ്ഞ് സ്വീകരിക്കാനായിട്ട് നിൽക്കണം. അതിനുശേഷം ആ സ്വീകരിക്കുന്ന നാണയം കൊടുക്കുക എന്നുള്ളതാണ്. നാണയം മാത്രമായിട്ട് ആവരുത്, നിങ്ങൾക്ക് എന്തെങ്കിലും നാണയം പൂവും അല്ലെങ്കിൽ നാണയവും ധാന്യവുമായിട്ട് വേണം കൊടുക്കാനായിട്ട്. നാണയം പൂവെന്ന് പറയുമ്പം നമ്മൾ വിളക്കിന് മുന്നിൽ വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു പൂവിൽ നിന്ന് ഒരു പൂവ് എടുത്ത്, അല്ലെ വിളക്കിൻ്റെ താലത്തിലും ഭഗവാന്റെ ചിത്രത്തിന് മുന്നിലും ഭഗവതി ചിത്രത്തിന് മുന്നിലും ഒക്കെ നമ്മൾ വെക്കില്ലേ പൂക്കൾ, അതിൽ നിന്ന് ഒരു പൂവെടുത്ത്, അല്ലെ അതിനുവേണ്ടി തന്നെ പൂവ് വെച്ച് ആ പൂവും നാണയമായിട്ട് വേണം കൊടുക്കാൻ. അല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ഗംഭീരം എന്ന് പറയുന്നത്, വീട്ടിൽ നെല്ലുള്ളവരാണെങ്കിൽ നെൽമണികളും നാണയമായിട്ട് കൊടുക്കണം. ഏറ്റവും ഗംഭീരമാണ്. ചെയ്യാൻ പറ്റുന്ന എല്ലാവരും അങ്ങനെ വേണം കേട്ടോ കൊടുക്കാനായിട്ട്. ആ നാണയവും നെല്ലുമായിട്ട് കൊടുക്കുക. 5 രൂപ നാണയത്തിന് ഏറെ പ്രസക്തിയുണ്ട് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, കൈനീട്ടം കൊടുക്കാൻ ഏറ്റവും നല്ല നാണയം ഏതാണെന്ന് ചോദിച്ചാൽ 5 രൂപ അല്ലെങ്കിൽ 5 എന്ന് വരുന്ന ഡിനോമിനേഷൻ നാണയമായിരിക്കും ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് 5 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 5 എന്ന് പറയുന്ന നാണയത്തിന്, 5 എന്ന് പറയുന്ന സംഖ്യ മഹാലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ധനപരമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഏറ്റവും ഗംഭീരമായിട്ടുള്ള സംഖ്യയാണ് 5. ഏത് നാണയം വേണമെങ്കിലും കൊടുക്കുക, അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ 5 എടുത്തു പറയാൻ കാര്യം, 5 കുറച്ചും കൂടെ നല്ലതാണ്, നമുക്ക് കിട്ടാനും എളുപ്പമുള്ള നാണയമാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പം 5 ഇല്ല എന്ന് കരുതി ആരും വിഷമിക്കുകയൊന്നും വേണ്ട, ഏത് നാണയമായാലും മതി. കൈനീട്ടം കൊടുക്കൽ വാങ്ങൽ ചെയ്യാതിരിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ തലേന്ന് ചില്ലറയെല്ലാം മാറി വെച്ചേക്കുക. രാവിലെ വിളക്ക് വറ്റിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഈ പറയുന്ന കണക്ക് നിന്ന് കൊടുക്കുന്ന ആൾ സ്വീകരിക്കുന്ന ആളിന് തരത്തിൽ കൊടുക്കുക. അങ്ങനെ വീട്ടിലെല്ലാവരും പരസ്പരം ഈ നാളുകാരെ കൊണ്ട് കൊടുപ്പിച്ച് സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പം ഇത്തരത്തിൽ വേണം കൈനീട്ടം കൊടുക്കൽ വാങ്ങൽ ചെയ്യാൻ. അപ്പോൾ ഏതൊക്കെയാണ് ആ നാളുകാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ശ്രദ്ധിച്ച് കേട്ടോളൂ. 15 നാളുകാരുണ്ട്. 27 നക്ഷത്രങ്ങളുള്ളതിൽ 15 പേര് മാത്രമാണ് ഈ ഒരു ചിങ്ങപ്പുലരിയിൽ നമുക്ക് ഏറ്റവും ഐശ്വര്യം കൊണ്ടുവരുന്ന നാളുകളായിട്ട് കാണാൻ സാധിക്കുന്നത്. മറ്റുള്ളവർ മോശമാണെന്നല്ല, പക്ഷേ ഈ 15 നാളുകാർക്ക് രാശിയുണ്ട്. ഈ നാളുകാർ കൊടുത്താൽ അതിൻ്റെ ഒരു ഐശ്വര്യം നമുക്ക് ഈ ഒരു വർഷം ഉടനീളം കാണാൻ സാധിക്കുന്നതാണ്. നക്ഷത്രങ്ങളെന്ന് പറയുന്നത് അത്തം, പൂരം, അനിഴം, രേവതി, ഉത്രം, തിരുവോണം, ഉത്രാടം, ഭരണി, വിശാഖം, ചിത്തിര, അശ്വതി, പുണർദം, പൂരുരുട്ടാതി, പൂയം, മകം. ഈ പറഞ്ഞ നാളുകൾ കേട്ടോ, ഈ നക്ഷത്രക്കാരാണ്. 15 നാളുകാരുണ്ട്. ഈ നാളുകളിൽ ജനിച്ച ഒരാളെങ്കിലും വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് കൈനീട്ടം സ്വീകരിക്കുക. അതാണ് ഏറ്റവും ഗംഭീരമായിട്ടുള്ള കാര്യം. നാളുകൾ ഞാൻ വേണമെങ്കിൽ ഒരിക്കൽ കൂടി പറയാം, കൃത്യമായിട്ട് കേട്ടോളൂ. അത്തം, പൂരം, അനിഴം, രേവതി, ഉത്രം, തിരുവോണം, വിശാഖം, ഉത്രാടം, ഭരണി, ചിത്തിര, അശ്വതി, പുണർദം, പൂരുരുട്ടാതി, പൂയം, മകം. ഈ 15 നാളുകാരാണ്. ഇവരുടെ കയ്യിൽ നിന്ന് കൈനീട്ടം സ്വീകരിക്കുക. ഇനി ഈ കൈനീട്ടം കൊടുക്കൽ വാങ്ങൽ ചെയ്യുന്ന പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്നാം തീയതി കയറുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതായത് നമ്മളുടെ വീട്ടിലേക്ക് ഈ ഒരു തിരു ആണ്ടുപിറപ്പ് 1-ാം തീയതി ദിവസമായിട്ട് രാവിലെ വന്ന് കയറുന്ന ആൾ ശുദ്ധഗതിയിൽ മനസ്സുള്ള നല്ല നക്ഷത്രക്കാരനായിരുന്നാൽ ഏറ്റവും ഗംഭീരമാണെന്ന് പറയും. പണ്ടൊക്കെ നമ്മുടെ കാരണവന്മാർ ചിലരെ തലേന്നേ വിളിക്കും, 1-ാം തീയതി കയറാൻ വരണം കേട്ടോ എന്ന് പറയും. അപ്പോൾ രാവിലെ ആ ആളുകൾ നമ്മളുടെ വീട്ടിൽ 1-ാം തീയതി കയറാൻ വരും, നമ്മളുടെ വീട്ടിൽ വരും. ചിലപ്പോൾ നമ്മൾ ചായയൊക്കെ ഇട്ട് കൊടുത്ത് ചായയൊക്കെ കുടിച്ച് സന്തോഷമായിട്ട് നല്ല വർത്താനം പറഞ്ഞ് സന്തോഷമായിട്ട് പോകും. ഈ 1-ാം തീയതി കയറുക എന്ന് പറയുന്ന കാര്യം ഇപ്പോൾ പലരും അങ്ങനെ ചെയ്യാറില്ല. വ്യക്തിബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ ഒരു 1-ാം തീയതി കയറാൻ പറ്റുന്ന ഒരു ബന്ധത്തിലൊക്കെ ഉണ്ട്, അടുത്ത് ബന്ധുവീടുകളൊക്കെയാണ്, നല്ല സൗഹൃദത്തിലും സ്നേഹത്തിലും ഒക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ 1-ാം തീയതി കയറാനായിട്ട് ചില നാളുകാരെ വിളിക്കുന്നതും ഏറ്റവും നല്ലതാണ്. അതിന് പറ്റിയ നാളുകളും ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഈ നാളുകളിൽപ്പെട്ട ആരെങ്കിലും ബന്ധുക്കളോ സുഹൃത്തുക്കളോ അടുത്തൊക്കെ താമസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ രാവിലെ ഈ ഒരു ആണ്ടുപിറപ്പ് 1-ാം തീയതി ആയിട്ട് വേറൊരാൾ വന്ന് കയറാതെ, ഒരു ദോഷ നക്ഷത്രക്കാരൻ വന്ന് കയറാതെ, ഒരു അനർദ്ധ നക്ഷത്രക്കാരൻ വന്ന് കയറാതെ ഈ നാളുകാരെ വിളിച്ച് 1-ാം തീയതി കയറ്റുന്നതും ഏറ്റവും ഗംഭീരമാണ്. നാളുകളെന്ന് പറയുമ്പം പൂരുരുട്ടാതി, ചോതി, പൂരം, മകം, ഉത്രിട്ടാതി, രേവതി, ചതയം, തിരുവോണം, വിശാഖം, ചിത്തിര, പൂയം, പുണർദം,
രോഹിണി, അശ്വതി, ഉത്രാടം ഈ പറയുന്ന നാളുകാരാണ്. ഈ നാളുകളിൽ ജനിച്ചവരെ ഒന്നാന്ത്യ കയറാനായിട്ട് വിളിക്കണം കേട്ടോ. നാളുകൾ ഒരിക്കൽ കൂടി പറയാം. ചോതി, പൂരുരുട്ടാതി, പൂരം, മകം, ഉത്രട്ടാതി, രേവതി, ചതയം, തിരുവോണം, വിശാഖം, ചിത്തിര, പൂയം, പുണർദം, രോഹിണി, അശ്വതി, ഉത്രാടം ഈ നാളുകാരാണ് ഒന്നാന്ത്യ കയറാൻ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രാവിലെ നമ്മൾ നിലവിളക്കിനോടൊപ്പം കിണ്ടിയിൽ തീർത്ഥജലം തുളസിക്കതിരിട്ട് വെച്ചു എന്ന് പറയുന്നത്. നിലവിളക്കൊക്കെ അണച്ചു കഴിഞ്ഞ് രാവിലത്തെ നമ്മളുടെ കണി കാണലും നമ്മളുടെ കൈനീട്ടം കൊടുക്കൽ വാങ്ങലെല്ലാം കഴിഞ്ഞ് വിളക്കെല്ലാം എരിഞ്ഞ് പറ്റി ഭഗവാനെയും പ്രാർത്ഥിച്ച് നിലവിളക്ക് തവിച്ച് കഴിഞ്ഞ് അല്ലെങ്കിൽ നിലവിളക്ക് അണച്ചു കഴിഞ്ഞ് ആ വെച്ചിരിക്കുന്ന തുളസി തീർത്ഥം വീട്ടിലെല്ലാവർക്കും പകർന്ന് നൽകി നമ്മൾ തീർത്ഥം കുടിക്കുന്ന പോലെ തീർത്ഥമായിട്ട് സേവിക്കാം കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞാൽ വേറെ ഒരു പൂവ് ഇടരുത്, വിഷാംശമുള്ള പൂവുകളൊന്നും ഇടരുത്. തുളസി തീർത്ഥമായി ആ തുളസിക്കതിരിട്ട് ഭഗവാന് നമ്മൾ സമർപ്പിച്ച് ഭഗവൽ ചൈതന്യം നിറഞ്ഞ ആ തീർത്ഥം സേവിക്കുന്നത് ഏറ്റവും കേമമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നാളത്തെ എന്ന് ഉദ്ദേശിച്ചത് ഈ ഒരു ചിങ്ങം 1-ാം തീയതി ദിവസം, 1-ാം തീയതി ദിവസം രാവിലെ എല്ലാവരും ഒരു മൊന്ത ജലം തുളസിക്കൊഴിക്കണം കേട്ടോ. വീട്ടിൽ തുളസി ഉണ്ട് എന്നുണ്ടെങ്കിൽ, മുറ്റത്ത് തിരുമുമ്പിൽ തുളസിത്തറയോ അല്ലെങ്കിൽ തുളസി ചുവടോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ തുളസി ചുവട്ടിൽ, വീടിൻ്റെ നേരെ മുൻവശത്ത് ഇരിക്കുന്ന തുളസി ചുവട്ടിൽ ഒരു മൊന്ത ജലം അർപ്പിച്ച് ആ തുളസിയെ ഒന്ന് വലം വെച്ച് തൊഴണം കേട്ടോ. പ്രസീത തുളസീദേവി പ്രസീത ഹരിവല്ലഭേ ക്ഷീരോദമദനോദ്ഭുതേ തുളസീത്വ നമാമ്യഹം എന്ന് പറഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം തുളസിയെ വലം വെച്ച് തുളസീദേവിയെ തൊഴണം. പ്രത്യക്ഷത്തിൽ ലക്ഷ്മി നാരായണന്മാർ നമ്മളുടെ വീടിൻ്റെ തിരുമുറ്റത്ത് അവതരിച്ച് നിൽക്കുന്നതാണ് ഈ തുളസി എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ തുളസി വിട്ടുകളയരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിനടുത്ത് മീനൂട്ട് നടത്താൻ പറ്റുന്ന ക്ഷേത്രങ്ങൾ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി മീനൂട്ടൊക്കെ നടത്താൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഉറുമ്പുകൾക്ക് ആഹാരം നൽകുന്നത്, ഉറുമ്പുകൾക്ക് ധാന്യം, പഞ്ചസാര പോലെയുള്ള കാര്യങ്ങൾ ഇട്ടുകൊടുക്കുന്നത്, കിളികൾക്ക് ധാന്യം നൽകുന്നത്, കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത്, ഇതൊക്കെ ഏറ്റവും പുണ്യം തരുന്ന ഒരു പുലരിയാണ്. ചെയ്താൽ 100 മടങ്ങ് ഐശ്വര്യമായിട്ട് നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു പുലരി കൂടിയാണ്. പ്രകൃതിയും മനുഷ്യനുമായിട്ടൊക്കെയുള്ള ഒരു ബന്ധത്തിൻ്റെ ഒരു വലിയൊരു സാക്ഷ്യം കൂടിയാണ് ഈ ചിങ്ങപ്പുലരി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതിയിലേക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഉറുമ്പുകൾക്ക് ഭക്ഷണം കൊടുക്കുക, കിളികൾക്ക് ധാന്യം കൊടുക്കുക, മീനൂട്ട് നടത്തുക, കാക്കയ്ക്ക് ആഹാരം നൽകുക എന്നിങ്ങനെയുള്ള, അതുപോലെ തന്നെ പശുക്കിടാവിന് അല്ലെങ്കിൽ പശുവിന് നമുക്ക് ആഹാരം നൽകാൻ സാധിക്കുക, പഴമൊക്കെ വാങ്ങി വെച്ചിരുന്ന് കൊടുക്കാൻ സാധിക്കുക, ആനയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിക്കുക, ആനയ്ക്ക് ഒരു പടല പഴമൊക്കെ കൊടുക്കാൻ സാധിക്കുക, ശർക്കര കൊടുക്കാൻ സാധിക്കുക എന്നിങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക ഏറ്റവും ഗംഭീരമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. പറ്റുന്ന എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഏറ്റവും നല്ല കാര്യമാണ്. പ്രകൃതിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതൊക്കെ നമുക്ക് 100 മടങ്ങ് ഐശ്വര്യമായിട്ട് വരുന്ന ഒരു ദിവസം കൂടിയാണ് ചിങ്ങപ്പുലരി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കുന്നവർ തീർച്ചയായിട്ടും മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കണം. മഹാലക്ഷ്മി കീർത്തനങ്ങൾ, മഹാലക്ഷ്മി മന്ത്രങ്ങളൊക്കെ ചൊല്ലി മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കണം. ഒരു വർഷത്തിൻ്റെ 1-ാം തീയതി ദിവസമാണ്. സന്ധ്യ എന്ന് പറയുമ്പം മഹാലക്ഷ്മി ചൈതന്യമുള്ള സന്ധ്യയാണ്, ഏറ്റവും വിശേഷപ്പെട്ട സന്ധ്യയാണ്. അപ്പോൾ ആണ്ടുപിറപ്പ് 1-ാം തീയതി ആയിട്ട് മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കാനും വിട്ടുപോകരുത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മഹാലക്ഷ്മി ചിത്രമൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ ഒരു നെയ്വിളക്ക് വീട്ടിൽ വെക്കാം കേട്ടോ. മഹാലക്ഷ്മിക്ക് നമ്മളുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ അലിഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. ആ നെയ്യ് ഉരുകി തീർന്ന് ആ നെയ്വിളക്ക് എരിഞ്ഞു തീരുമ്പം നമ്മളുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ, അനർത്ഥങ്ങൾ അതുപോലെ അലിഞ്ഞില്ലാതായി പോകുമെന്നാണ് പറയുന്നത്. അപ്പം മഹാലക്ഷ്മിക്ക് നെയ്വിളക്ക് വയ്ക്കാനും ഏറ്റവും ഗംഭീരമായിട്ടുള്ള ദിവസമാണ് ഈ ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഞാൻ ഈ പറഞ്ഞ കണക്ക് കൈനീട്ടം വാങ്ങുക, വിളക്ക് പറ്റിച്ച് തൊഴുക. അതിൻ്റെ ഐശ്വര്യം നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും ലഭിക്കുന്നതായിരിക്കും. എൻ്റെ അമ്മ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും ഉണ്ടാവട്ടെ, നന്നായി വരട്ടെ, ദോഷങ്ങളൊക്കെ മാറട്ടെ, നല്ല ഒരു വർഷമായി 1202 ആണ്ട് കൊല്ലവർഷം തീരട്ടെ എന്ന് ഉള്ളിൽ തട്ടി പറയുന്നു. നന്ദി, നമസ്കാരം.